സഫിർ, ഈ ഷെങ്കൻ വിസ കിട്ടി യൂറോപ്പിൽ ആദ്യമായിട്ട് പോകുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നമ്മുടെ വിസയുടെ വാലിഡിറ്റി ഒരു മാസമോ അല്ലെങ്കിൽ 20 ദിവസമൊക്കെ ആയിരിക്കും. പക്ഷേ നമുക്ക് ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ ഉണ്ടാവും. അതൊരു 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എനിക്ക് കിട്ടിയ 20 ദിവസം വാലിഡിറ്റി ഉള്ള വിസയാണ്. പക്ഷേ ഡ്യൂറേഷൻ ഓഫ് സ്റ്റേ 10 ദിവസമായിരുന്നു. ഞാനിവിടുന്ന് അവിടെ പോയത് 11-ാം തീയതിയാണ് അവിടെ ഇറങ്ങിയത്, സ്വിറ്റ്സർലാൻഡിൽ. എന്നിട്ട് തിരിച്ചു വന്നത് 21-ാം തീയതി. അപ്പോൾ എത്ര ദിവസമായി? 10 ദിവസം. പക്ഷേ അവരെ കണക്കിൽ അത് 11 ദിവസമായിട്ടുണ്ട്. കാരണം ഇറങ്ങിയ ദിവസം ഒരു ദിവസമായിട്ട് കണക്ക് കിട്ടും. അതായത് ഞാൻ 11-ാം തീയതി പോയി 21-ാം തീയതി വന്നപ്പോൾ എന്നോട് പറഞ്ഞ് ഫൈൻ ഉണ്ട്, ഫൈൻ അടക്കണം എന്ന് പറഞ്ഞു. എന്നിട്ട് ഫൈൻ അടച്ചോ? എത്ര ഫൈൻ അടക്കേണ്ടി വന്നു? ഫൈൻ അവർ പറഞ്ഞത് 350 CHF, അതായത് സ്വിസ് ഫ്രാങ്ക്, ഏകദേശം 1600 ദിർഹംസ് വരും. ഞങ്ങൾ 5 ആളുണ്ട്. 5 ആൾക്ക് ഏകദേശം 8000 ദിർഹംസോളം വരും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത്രയും കാശ് ഉണ്ടാവില്ല അടക്കാൻ, ബുദ്ധിമുട്ടാണെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു വേറൊരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്കിത് കോർട്ടിലേക്ക് വിടാം. അവർ പേപ്പർ ഒന്ന് ഫില്ല് ചെയ്യാൻ പറഞ്ഞു, അതിൽ റീസൺ എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ റീസൺ വ്യക്തമായിട്ട് എഴുതി. അല്ലെങ്കിൽ ഇല്ലീഗലായിട്ട് നിന്നിട്ടില്ല. 11-ാം തീയതി 21-ാം തീയതി 10 ദിവസം ഞങ്ങൾ കാലിഫിക്കേഷനിൽ വരുന്നത്. അപ്പോൾ ഇവിടുത്തെ കാലിഫിക്കേഷനിൽ 9 ദിവസമേ ഉള്ളൂ. ആ വന്ന ദിവസം കണക്ക് കൂട്ടും. ആ റീസണൊക്കെ എഴുതി സബ്മിറ്റ് ചെയ്തു. അതിന് ശേഷം ഒരു പേപ്പർ വന്നിട്ട് പറഞ്ഞു ഒരു 3 മാസത്തിലെങ്കിൽ ലിങ്ക് വരും. അപ്പോൾ അതിൽ ഫൈന് ചിലപ്പോൾ അടക്കേണ്ടി വരും, ചിലപ്പോൾ പൂർണ്ണമായി ഒഴിവാകും, അല്ലെങ്കിൽ ചെറിയ ഭാഗം അടക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഫൈൻ അടച്ചിട്ടില്ലെങ്കിൽ അതിൽ എഴുതിയിട്ടുണ്ട് നമുക്ക് 1 ഇയർ ഓർ സെവറൽ ഇയേഴ്സ് ബാൻ വരുന്നതാണ്. 1 വർഷമോ അല്ലെങ്കിൽ ഒരുപാട് വർഷങ്ങളോ ബാൻ വരാൻ സാധ്യതയുണ്ട് ഷെങ്കൻ കൺട്രീസിലേക്ക്.